അത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. നാട്യശാസ്ത്രം എയറിൽ പറക്കുന്നിങ്ങനെ. നമ്മുടെ വീട്ടിൽ ആ കള്ളം കയറിയ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഞങ്ങള് രാവിലെ ഉറങ്ങി എണീക്കും. നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഓട് പൊളിച്ച് വീട് മൊത്തം തുറന്നു വെളിച്ചം, ഇതുപോലെ വെളിച്ചം വരുന്നത്. ചുമരിങ്ങനെ കരി കാലിന്റെ അല്ല, ചെറിയ കാലുകളാണ് ഈ കുട്ടികളെയാണ് ഇറക്കുന്നത്. ഈ തിരുട്ട് ഗ്രാമത്തിനൊക്കെ കിട്ടിയായിരുന്നു ചേച്ചി. എന്നിട്ട് പോയതൊക്കെ വീട് നോക്കാൻ പട്ടിയെ മേടിച്ചപ്പോ പട്ടിയെ അടിച്ചോണ്ട്. പക്ഷെ നവരത്നം ഇട്ടിട്ട് ചില ആൾക്കാർക്ക് അതിന്റെ കല്ലിന്റെ ചിലപ്പോ എന്തെങ്കിലും മാറിപ്പോയാൽ അത് ദോഷമാകാം. എനിക്ക് അത് ഇട്ട് അന്ന് തൊട്ട് പ്രശ്നങ്ങളാണ്. ഫ്രൂട്ട്സ് ഒക്കെ നന്നായി കഴിക്കുന്ന ആൾക്കാരോ? ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചത് ചേട്ടനാണോ? ഇല്ല, ഫ്രൂട്ട്സ് ഓൺലി ഷോ ഉള്ളൂ, ഒറ്റ ആള് കഴിക്കാറില്ല. ഫ്രൂട്ട്സ് വളരെ ഞങ്ങളുടെ വീട്ടിൽ കഴിക്കുന്നത് ഞങ്ങളുടെ ചിങ്കും പീലിയാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെന്ന് പറയുമ്പോ ഫ്രൂട്ട്സിന്റെയും വേണമെന്ന് പറയാം. അപ്പൊ ഞാൻ പറയും ഫ്രൂട്ട്സിന്റെ ആവശ്യമില്ല, കാരണം നമ്മൾ കഴിക്കില്ല. ഇത് കൊണ്ടുപോയാലും ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പൊ വലിയാള് പിന്നെയും കുറച്ചൊക്കെ കഴിക്കുന്നുണ്ട്, ചെറിയാള് ആ ഭാഗത്തേക്ക് വരില്ല. ഫ്രൂട്ട്സ് വലിയ താല്പര്യം അങ്ങനത്തെ അക്രമങ്ങളൊന്നും ചെറിയാള് ചെയ്യാറില്ല. പക്ഷെ വലിയാള് പിന്നെയും കഴിക്കും. ഞങ്ങളുടെ പീലിയും ചിങ്കുമാണ്. അച്ഛൻ അവർക്ക് വേണ്ടിട്ട് പച്ച പേരയ്ക്ക കിട്ടിയില്ലെങ്കിൽ അച്ഛന് ഭയങ്കര സങ്കടം. അവർക്ക് അത് അങ്ങനെ പഴുത്ത ഫുഡ് കൊടുക്കുന്ന ഫ്രൂട്ട്സ് ആണ്. പിന്നെ അവരുടെ സൺഫ്ലവർ സീഡ് ഉണ്ട്, അതൊക്കെ. അപ്പൊ ചിങ്കുവിന് ഇത് വേണം, പേരയ്ക്ക വേണം. അത് അവൾക്ക് ഇങ്ങനെ പച്ച പേരയ്ക്ക വേണം. അപ്പൊ ഞങ്ങൾ എവിടെ നിന്ന് പേരൊക്കെ കണ്ടിട്ട് അച്ഛൻ പറയും പച്ചയാണോ. അച്ഛന്റെ മക്കള് അവർക്ക് അത് കറക്റ്റായി കിട്ടണം. ഈ പിള്ളേരെക്കാളും കുറച്ചും കൂടി അത് അവരച്ഛനെയും അമ്മയും കണ്ടു കഴിഞ്ഞാൽ അവര് കാണിക്കുന്നുണ്ട് കഴിഞ്ഞാൽ അയ്യോ. ഇതെന്ന് വെച്ചാല് വീട്ടില് നമ്മള് ഇപ്പൊ ബൊഫേ സിസ്റ്റം തുടങ്ങുകയാണെങ്കിൽ അവരെടുത്ത് കഴിക്കണമെങ്കിൽ കൊള്ളായിരുന്നു. കാരണം ഒരു നായ്ക്ക് ബീഫാണ്, ഒരാൾക്ക് ചിക്കനാണ്, പിന്നെ അവർക്ക് അല്ലാതുള്ള പെഡിഗ്രി ഫുഡുകൾ ഉണ്ടാവും. ഒരു പറയുന്ന ബേർഡിന് കൊടുക്കുന്നത് പച്ച ഇതാണ്. ഇപ്പൊ പുതിയൊരു ബേർഡ് വന്നിട്ടുണ്ട്, സൺകോണ്. അതിന് വന്നിട്ടുള്ള അതിന് കൊടുക്കുന്നത് ആക്ച്വലി ആപ്പിൾ മാത്രമേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ കഴിക്കുന്നത് കുറുക്കാണ്. കുറുക്കിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ബോക്സിന്റെ 2000 സംതിങ് എന്തോ റേറ്റ് ആണ്. പക്ഷെ ആ പക്ഷിക്ക് അത്ര വിലയില്ല, ഞങ്ങൾക്ക് അതിലും വിലയില്ല. എനിക്ക് അതല്ല ചേട്ടൻ പറഞ്ഞത്, മറ്റേ പട്ടിയും തത്തയൊക്കെ വന്നിട്ട് എങ്ങനെ ബൊഫേ ആയിട്ട് ഞാൻ ഇങ്ങനെ ഓർത്തതാ. നമ്മുടെ ഡൈനിങ് ടേബിളിന് മേലെ ഇങ്ങനെ വെക്കുമ്പോ വരുന്നു. അവരുടെ ടൈമിംഗ് ഒക്കെ അവർ കറക്റ്റ് ആണ്. അവർ ആ സമയമാകുമ്പോ വിളിക്കും. അവര് നമ്മൾക്കാണ് സമയമില്ലാതെ ഉറപ്പുന്ന സമയമാകുമ്പോ അവര് ലഞ്ച് കഴിയുമ്പോ അച്ഛനെ വന്നിങ്ങനെ വരുന്നിടാ പറയും. ഷാർപ്പ് 1 മണി. അവർക്ക് ക്ലോക്ക് നോക്കിട്ടല്ലോ. നമ്മുടെ നാടും എങ്ങനെയാ ചേട്ടാ? 8 മണിക്ക് എണീക്കും. വീട്ടിലെ നായ അപ്പൊ അത് ആക്ച്വലി കാവൽ നായായിട്ട് മേടിച്ചാണ്. ഇതെല്ലാം പക്ഷെ ഈ പറയുന്ന പല പെട്ടെന്ന് കണ്ടുപിടിക്കും, പാമ്പ് മറ്റുള്ള വിഷയങ്ങൾ, പ്രാണികളെല്ലാം. അപ്പൊ ഒരുപാട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും ഈ ഡോഗ്, ഈ ഡാഷ്. അപ്പൊ നമ്മള് മേടിച്ചു കഴിഞ്ഞപ്പോ ഇവൻ രാത്രി 8 മണിയാകുമ്പോഴേക്കും പോയി കിടന്നുറങ്ങും. രാവിലെ 10 മണിക്ക് എണീക്കുള്ളൂ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 2 മണിക്കൂർ ഉറക്കം. അത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം. ഭയങ്കര ലാവിഷ് ജീവിതമാണ്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ആ ഉറങ്ങണ സമയത്തുണ്ടല്ലോ അവന് ആ ഉറക്കത്തിന്റെ ഡോർ തുറന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ കരയും. അത് കഴിഞ്ഞ് അവനവന്റെ ബെഡിൽ പോയി സുഖമായിട്ട് മാറിക്കഴിഞ്ഞാൽ ആൾക്ക് ദേഷ്യം വരും. രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെറുപഴം ഞാലിപ്പൂവൻ കഴിക്കണം. നമുക്ക് പോലും ഇത്രയും ഡയറ്റ് ഇല്ലാന്ന് തോന്നുന്നു. ചേച്ചിക്ക് ഈ പെറ്റ്സിനോടുള്ള സ്നേഹം ചേട്ടന്റെ കൂടെ കൂട്ടിയിട്ട് കിട്ടിയതാണ്? എനിക്ക് ഇഷ്ടമായിരുന്നില്ല ശരിക്കും. എന്റെ വീട്ടിൽ അതില്ലായിരുന്നു. ചേച്ചി പട്ടിയൊന്നും ഇഷ്ടമായിരുന്നു? ഒന്നും ഇഷ്ടമല്ലായിരുന്നു, ഇഷ്ടമേ ഇല്ല, പേടിയായിരുന്നു അതിന്റെ അടുത്തേക്ക് പോകുന്നത്. ചേച്ചിക്ക് ഈ പട്ടികളുടെ ഇഷ്ടം അതെ 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 ചേട്ടനായിട്ട് കൂടിയപ്പോഴാണ്. അതെ. അയ്യോ അങ്ങനെയല്ല, പെറ്റ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എന്ന് വെച്ചാല് ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. പാലക്കാട്. അപ്പൊ 10-25 പവൻ പോയി. പാലക്കാട് വീട്ടില് കള്ളം കയറി. ഞങ്ങളുടെ വീട്ടില് 25 പവനോളം കൊണ്ടുപോയി. കുറെ മുമ്പാണോ? കുറെ മുമ്പ്. അപ്പൊ പോലീസ് ഓഫീസേഴ്സ് വന്നു. അതിന്റെ മറ്റുള്ളവരുടെ ആളെ ഫോറൻസിക് അവരൊക്കെ വന്നു. അവര് പറഞ്ഞു ഈ ഒരു നായയെ വളർത്തിയാൽ നല്ലതാണ്. അപ്പൊ നായയെ വളർത്തിയാൽ ആക്ച്വലി അവര് റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങള് നായയെ മേടിച്ചിട്ട് തൃശ്ശൂരിൽ നിന്ന് കെണൽസിൽ നിന്ന് ലാബിന്റെ ഒരു കുട്ടിയെ മേടിച്ചിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ന്യൂസ് കേട്ടെന്താ വെച്ചാൽ എൻ്റെ വീടിൻ്റെ 4 വീട് അപ്പുറത്തെ വലിയ ജർമ്മൻ ഷെപ്പേർഡിന് കള്ളം കൊണ്ടുപോയി. ഞങ്ങളെ വീടിന്റെ അകത്തിട്ട് വളർത്തിയത്. അകത്തിട്ട് വളർത്തി കഴിഞ്ഞാൽ ഈ പട്ടികളെ ഈ പല്ല് ഇതാവും, അപ്പൊ ഒരുപാട് കടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം നോക്കിയ സമയത്ത് നാട്യശാസ്ത്രം എയറിൽ പറക്കുന്നിങ്ങനെ കാട്ടിച്ച് കുഞ്ഞു 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 കഷ്ണായിട്ട്
നമ്മൾ രാവിലെ എണീക്കുമ്പോ അതിലൊക്കെ ഇങ്ങനെ തലയിൽ കൂടിയൊക്കെ പേപ്പറൊക്കെ അടിക്കുന്ന നിൽക്കണം. ഇതെന്താ സംഭവം നോക്കുമ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ നായാണോ നിക്കണം അപ്പോഴാ മനസ്സിലായത്. കിട്ടിയായിരുന്നു ചേച്ചി എന്നിട്ട് ഗോൾഡ് പോയതൊക്കെ? കിട്ടി, അവർ കള്ളന്മാർക്ക് കിട്ടി. കള്ളന്മാർക്ക് കിട്ടിയത് ഞങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല അല്ലേ? അതായത് ആരും എന്നോട് പറഞ്ഞു നവരത്നം ഇട്ടാൽ നല്ലതെന്ന് പറഞ്ഞു. നവരത്നം ഇട്ടാൽ നല്ലതാണ്, ശരിയാണ്. പക്ഷെ ഈ നവരത്നം ഇട്ടിട്ട് ചില ആൾക്കാർക്ക് അതിന്റെ കല്ലിന്റെ ചിലപ്പോ എന്തെങ്കിലും മാറിപ്പോയാൽ അത് ദോഷമാകും അത്ര. ഓ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് എനിക്കത് അതാണെന്ന് തോന്നുന്നു. എനിക്ക് അത് ഇട്ട് അന്ന് തൊട്ട് പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ വർക്കിന് പോകുമ്പോൾ വർക്ക് പെട്ടെന്ന് മുടങ്ങും, അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഇതാവില്ല, എനിക്ക് കറക്റ്റ് ആവില്ല, എനിക്ക് ഡേറ്റുകൾ ക്ലാഷ് വരുന്നു. അപ്പോൾ വർക്കുകളൊന്നും പ്രോപ്പറായിട്ട് ആവുന്നില്ല. അപ്പൊ ഈ മോതിരം ഇട്ടതിന് ശേഷം മൊത്തം മുടക്കങ്ങളാണ്. പിന്നെ വീട്ടിൽ കള്ളം കയറി അപ്പൊ ഈ മോതിരം കൂടെ കൊണ്ടുപോയി. അപ്പൊ ശരി, അപ്പൊ അതോടുകൂടി നല്ല കാലം തുടങ്ങി. സത്യം, ആ മോതിരം അതിന്റെ കൂടെ അങ്ങ് പോയി. നമ്മള് മറ്റേ മാൻട്രേക്ക്, ജൂനിയർ മാൻട്രേക്ക് നമ്മുടെ വീട്ടിൽ ആ കള്ളം കയറിയ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഞങ്ങള് രാവിലെ ഉറങ്ങി എണീക്കും, നമ്മള് സിനിമയിലൊക്കെ കാണില്ലേ, ഞങ്ങക്ക് ഇങ്ങനെ ഓട് പൊളിച്ച് ഇങ്ങനെ. നിങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നു ആ ടൈമിൽ? ഞങ്ങളുണ്ട്. ഞങ്ങള് കിടക്കുന്ന അച്ഛനും അമ്മയും കിടക്കുന്ന ബെഡിന് തൊട്ടത് അടുത്തുള്ള അലമാരിയിൽ നിന്ന് തുറന്ന് ഇതെല്ലാം എടുത്ത് അതിനകത്ത് ഗോൾഡിനകത്ത് ഫാൻസി ഉണ്ട്, ഗോൾഡിനകത്ത് ഫാൻസി ഉണ്ട്. നോക്കിയിട്ട് ആ ഫാൻസി കട്ട് ചെയ്തിരിക്കണം. അന്ന് എനിക്ക് മനസ്സിലായി എന്തൊക്കെയാണ് സ്വർണ്ണം അവള് കൊണ്ടുവന്ന് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിരിക്കുക. അവർ അത്രയും എക്സ്പെർട്ടാണ്. അത്രയും ടൈം എടുത്ത് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ കാണത്തില്ലായിരിക്കും. എല്ലാരും ഉണ്ട്. അച്ഛനും വേണ്ടി മുഖത്ത് വല്ല സ്പ്രേ അടിച്ചിട്ട് പറയില്ല. രാവിലെ 6 മണിക്ക് കഴിക്കേണ്ടവരൊക്കെ 8 മണിക്കൊക്കെ എണീറ്റ്. പിന്നെ വീട് മൊത്തം തുറന്നു കിടക്കുക. ഇതുപോലെ വെളിച്ചം എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാത്ത. അത് ചുമരിലിങ്ങനെ കരി കാലിന്റെ അല്ല, ചെറിയ കാലുകളാണ് ഈ കുട്ടികളെയാണ് ഇറക്കുന്നത്. ഈ തിരുട്ട് ഗ്രാമത്തിനൊക്കെ അവരാണ് ഇറക്കുന്നത്. അപ്പൊ കുട്ടികളെ ഇറക്കിയിട്ട് വീടിന്റെ എല്ലാ ഡോറുകളും തുറന്നിടും. എന്നിട്ട് അവര് കയറുക. ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മൊബൈൽ എടുത്തിട്ടില്ല, ക്യാഷ് എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ പക്ഷെ പേപ്പേഴ്സ് ഒക്കെ ചെക്ക് ചെയ്ത് കാറിന്റെ അടിയിലേക്ക് കൊണ്ടിട്ടുണ്ട് അല്ലേ. ഓൺലി ഗോൾഡ്. ഗോൾഡ് മാത്രം, വേറൊന്നും കൊണ്ടിട്ടില്ല. പപ്പടക്കോലൊക്കെ എടുത്തിട്ടുണ്ട്. പണ്ട് നമ്മൾ ഇങ്ങനത്തെ അന്ന് നമ്മുടെ പഴയ വീടാ, കൊറേ വാതിലുകൾ. അപ്പൊ വലിയ സാക്ഷിയുള്ള മരത്തിന്റെ ഡോറാണ്. അപ്പൊ ഈ കത്തി ഇട്ടിട്ട് അതൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇട്ട് തുറക്കാൻ പറ്റും. അപ്പൊ അതിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പിന്നെ മച്ചിൽ മോളൊന്ന് പൊളിച്ച് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ പല സ്ഥലങ്ങളിലും പൊളിച്ചു നോക്കിയിട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടി. ഓ, സൗകര്യത്തിന്. അപ്പൊ കൊറേ പണി എടുത്തിട്ടുണ്ടല്ലോ. പണി എടുത്തിട്ടുണ്ട് അവന്മാര്, പണി എടുത്തിട്ടുണ്ട് ശരിക്കും. അതുകൊണ്ട് തന്നെ അവരെല്ലാം കൊണ്ടുപോയി. അല്ല, അവര് കഷ്ടപ്പെട്ടതിനുള്ള അവർക്ക് പ്രതിഫലം അവർക്ക് കിട്ടിയിട്ടുണ്ട്.